യോഹന്നാൻ്റെ സുവിശേഷം ഇതിൻ്റെ 17-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. മനോഹരമായ ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നെയ്തേലിപ്പടിയിലുള്ള ദൈവസഭയുടെ നേതൃത്വത്തിൽ, ഗ്രേസ് ടിവിയുടെ നേതൃത്വത്തിൽ ഈ ദേശത്ത് നടക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ 2-ാമത്തെ രാത്രിയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ, ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ ഒരിക്കൽ കൂടി ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ കർത്താവിൻ്റെ ദാസൻ ജിബിൻ ജോൺസൺ പാസ്റ്റർ, ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ, ദൈവസഭയുടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ നിവർത്തിക്കുന്ന അനുഗ്രഹീതരായ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന, ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന പാസ്റ്റർ തോമസ് കുട്ടി എബ്രഹാം, പാസ്റ്റർ ബാബു ബി മാത്യു, മറ്റ് അനേക ദൈവദാസന്മാർ, എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് ജിബിൻ പാസ്റ്റർ പരിചയപ്പെടുത്തിയത് കൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അവർക്കെല്ലാം അറിയാം സമയത്തിൻ്റെ പരിമിതി. ആകയാൽ എല്ലാവർക്കും വന്ദനം. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ റെനി പാസ്റ്ററുടെ പിതാവ് ജോൺ പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരെയും, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, മറ്റ് പെന്തക്കോസ് സഭകളിൽ നിന്ന്, വേർപെട്ട സമൂഹത്തിൽ നിന്ന്, വിവിധ അതേ സമൂഹങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് ഈ ഗ്രേസ് ടി വിയിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ ദേശത്തോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ പന്തലിൽ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ആ സുവിശേഷത്തിൻ്റെ മാധുര്യമറിഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എന്ന ചിന്തയിൽ തന്നെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനേകർ ഈ സന്ദേശത്തിൻ്റെ വിഷയമെന്തെന്ന് നന്നായി അറിയാവുന്നവരെങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ആ സന്ദേശത്തിൻ്റെ ഉടമസ്ഥനെ ശരിയായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഈ ശബ്ദത്തിലൂടെ ക്രിസ്തുവിനെ ശ്രവിക്കുന്നവർക്കിടയായി തീരട്ടെ എന്ന് ഓർപ്പിച്ചും, സന്നിഹിതരായിരിക്കുന്നവർക്കും ദൂരസ്ഥരായിരിക്കുന്നവർക്കും യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യസന്തോഷം പ്രാപിപ്പാനിടയായി തീരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ താൻ ക്രൂശിക്കപ്പെടുന്നതിന്, മരണത്തിനേൽപ്പിക്കപ്പെടുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പിൽ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ, വലിയ ശക്തമേറിയ ഒരു പ്രാർത്ഥനയുടെ
ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. സ്വർഗത്തേക്ക് നോക്കിയിട്ട് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്: നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും നിത്യജീവനെ നൽകുവാൻ, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ നൽകുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നിത്യജീവനെ നൽകുവാൻ അധികാരമുള്ളവനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നെയ്തേലിപ്പടി ക്രൂസൈഡിന്റെ ആപ്ത വിഷയം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കേരളക്കരയിൽ ഏകദേശം പെന്തക്കോസ്തിന്റെ ശബ്ദത്തിൽ ക്രിസ്തുവേശുവിൽ കൂടിയുള്ള രക്ഷ വിളിച്ചു പറയുവാൻ തുടങ്ങിയിട്ട് 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് ചരിത്രം പറയുന്നു. ആദ്യകാലങ്ങളിൽ ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ, ലഭ്യമായ സന്ദർഭത്തിലും അന്ന് പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞ സന്ദേശം ഇതായിരുന്നു: നിത്യജീവൻ നൽകുവാൻ കഴിവുള്ളവൻ ഏക നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അന്ന് ശബ്ദത്തിന് പരിമിതി ഉണ്ടായിരുന്നു, സൗകര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു, ആമേൻ സ്തോത്രം, സാഹചര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥകൾ ഒന്നുമായിരുന്നില്ല അന്ന്. എങ്കിലും അവർ വിളിച്ചു പറഞ്ഞ സന്ദേശത്തിന്റെ ആപ്ത വിഷയം ഇതായിരുന്നു: ആമേൻ, സകലർക്കും നിത്യജീവൻ നൽകുവാൻ ഒരുവനേ ഉള്ളൂ, അവന്റെ നാമം നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമമാ. അന്നും സന്ദേശമതാ. ഇന്നൽപ്പം സൗകര്യത്തിൽ വിളിച്ചു പറയുന്നതേ ഉള്ളൂ. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സന്ദേശത്തിന് വ്യത്യാസമില്ല. നിത്യജീവൻ നൽകുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സ്തോത്രം. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സന്ദേശത്തെക്കുറിച്ച് അന്ന് പ്രസംഗിച്ചവർ നിത്യതയിൽ ചേർക്കപ്പെട്ടിട്ടും പിന്തുടർന്നു വന്ന സമൂഹം, അവരെ പിന്തുടർന്നു വന്ന ആ ജനങ്ങളൊക്കെ, നാം ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആ സന്ദേശത്തിൽ ഒന്നും കുറയ്ക്കുവാനുമില്ല, ആ സന്ദേശത്തിലൊന്നും കൂട്ടുവാനുമില്ല. അത് നിവർത്തിയായ സന്ദേശമാ, പൂർത്തിയായ സന്ദേശമാ. ഇനി അതിനകത്ത് നിവർത്തിക്കപ്പെടുവാനോ, ഇനി അതിനകത്ത് പൂർത്തീകരിക്കപ്പെടുവാനോ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി സംശയലേശമന്യേ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടോ ഈ കേരളക്കരയിൽ എനിക്ക് മുൻപ് സ്തോത്രം ഗ്രീറ്റിംഗ്സ് പറഞ്ഞ ആ പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ സുവിശേഷം ശ്രദ്ധിച്ച ഈ ദേശത്തോട് വീണ്ടും വിളിച്ചു പറയുവാനുള്ളത്: നിത്യജീവന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. കാരണം തിരുവചനം പറയുന്നു, തിരുവചനത്തെ കുറിച്ച് ആധികാരികമായി നാം പഠിക്കുന്നത്: നാം നിൽക്കുന്ന അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ഈ ഭൂമി മാറും, നമുക്ക് മുകളിലുള്ള ആകാശം മാറും, ഈ പ്രപഞ്ചത്തിന്റെ സകലതും മാറും, പ്രപഞ്ചം മാറ്റപ്പെടും. എന്നാൽ മാറ്റമില്ലാത്തതൊന്നേ ഉള്ളൂ, അത് തിരുവെഴുത്താകയാൽ ആ തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന് മഹത്വമുണ്ടാകട്ടെ, സകല ജഡത്തിനും നിത്യജീവൻ നൽകുവാൻ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. കാരണമെന്ത്? ആ കാര്യമാണ് ഇന്ന് രാത്രി നാം അല്പസമയം ദേശത്തോട് വിളിച്ചു പറയുന്നത്. ഈ യോഗത്തിൻ്റെ പേര് തന്നെ നാം അറിയപ്പെടുന്നത് സുവിശേഷ മഹായോഗമെന്നാണ്. സ്തോത്രം. സുവിശേഷ മഹായോഗം, സുവിശേഷത്തെക്കുറിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കപ്പെടുവാൻ ദൈവം സഭയോട് കൽപ്പിച്ചിട്ടുള്ളൊരു കൽപ്പനയാണ്. സുവിശേഷ മഹായോഗത്തിൽ ഉയർത്തുവാനുള്ള ഒരൊറ്റ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്.
ആ നാമത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അതാണ് സുവിശേഷം. സ്തോത്രം. ദൂതന്മാർ വിളിച്ചു പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. എന്താണ്? കർത്താവിന് സ്തോത്രം. ദാവീദിന്റെ പട്ടണത്തിൽ ജനത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനായി കാലത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരുവൻ ജനിക്കുവാനിടയായി. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. ജനത്തിന്റെ പാപത്തിന് വേണ്ടി, ജനത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒരുവൻ ജനിച്ചു. അവന്റെ പേര് 2024 വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചു പറയപ്പെട്ട പേരാണ്. ജനത്തിന്റെ പാപത്തിന് വേണ്ടി ഒരുവൻ ജനിച്ചെങ്കിൽ ആ പേര് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, അവൻ യേശു എന്ന പേരാണ്. പ്രൈസ് ദി ലോർഡ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പേരിന് പകരം മറ്റൊരു പേര് പറയുവാനില്ലായകയാൽ ഇന്ന് രാത്രിയും ആ പേര് ഞങ്ങൾ ഉയർത്തുന്നതിൽ സന്തോഷമുണ്ട്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിപ്പാൻ കഴിയും? ആമേൻ. ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ആ പേരിന് പകരം മറ്റൊരു പേരില്ല, മറ്റൊരു സംഘടനയില്ല, മറ്റൊരു ആശയമില്ല. ആമേൻ. മറ്റൊരു വ്യക്തി എഴുന്നേറ്റിട്ടില്ല, മറ്റൊരു തത്വങ്ങൾ എഴുന്നേറ്റിട്ടില്ല, മറ്റൊരു ആശയങ്ങൾ എഴുന്നേറ്റിട്ടില്ല. ഒരൊറ്റ നാമമേ ഉള്ളൂ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ. ആ കടന്നു വന്ന നാമമാ എന്റെയും നിങ്ങളുടെയും ധന്യകരമായ നാമം, നമ്മുടെ അനുഗ്രഹിച്ച നാമം, നമുക്കൊരു നാമം ഉണ്ടാക്കിയ നാമം, നമുക്കൊരു നിത്യത എന്ന നാമം. ആ നാമം യേശുവിന്റെ നാമമാകിയാൽ ആ നാമത്തിൽ സന്തോഷിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളിൽ അധികം പേരും വരുന്നത് വിശ്വാസികളല്ലേ? അപ്പം നിർഭാഗ്യവശാൽ ആ ഒരു ആശയം പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ട് കൂടുതലും വിടുതലിൻ്റെ വാക്കുകളാ പറയുന്നത്. ചെങ്കടൽ തുറക്കാൻ സഭാ ഹോളുകളുണ്ട്. സ്തോത്രം. യെരിഹോ വീഴ്ത്താൻ സഭാ ഹോളുകളുണ്ട്. മന്ന പൊഴിക്കാൻ സഭാ ഹോളുകളുണ്ട്. സഭാ ഹോളിനകത്തല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത്രയും പണം മുടക്കി, ഇത്രയും സൗകര്യമൊരുക്കി കർത്താവിൻ്റെ ദാസൻ തൻ്റെ ധനസ്ഥിതിയുടെ ആ സ്തോത്രം സന്തോഷത്തിലല്ല, തൻ്റെ ഇല്ലായ്മയുടെ നടുവിൽ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ, സൗകര്യപ്രദമായ നിലയിൽ യേശുവിനെ ഉയർത്തുവാൻ അവസരമൊരുക്കിയെടുത്ത് ഇന്ന് രാത്രി വിടുതലല്ല പ്രസംഗിക്കപ്പെടുന്നത്. ഒരുവന്റെ നാമമേ ഉള്ളൂ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ എനിക്കും നിങ്ങൾക്കും ഏകരക്ഷകനും കർത്താവുമായി ഉയർത്തപ്പെട്ട ഏകനാമം, നമ്മെ അനുഗ്രഹിച്ച നാമം, നമ്മെ മാനിച്ച നാമം, നമ്മെ രക്ഷിച്ച നാമം, ആ നാമത്തിന്റെ മഹത്വമാ ഇന്ന് രാത്രി പ്രസംഗിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആര് കേൾക്കും? യെശയ്യാവ് ദൂത് പറയുമ്പോൾ യെശയ്യാവ് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവിതരിക. പ്രൈസ് ദി ലോർഡ്. വന്നവരിൽ രക്ഷിക്കപ്പെടുവാനുള്ളവർ കുറവാണല്ലോ എന്നോർത്ത് രക്ഷിക്കപ്പെടുന്നവരോട് പറയേണ്ട ദൂതല്ല സുവിശേഷം എന്നുള്ളത്. സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാൽ അത് പറയാതെ പോകരുത്. പൗലോസ് പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. യേശു രക്ഷകൻ. അതിന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് ഒരിക്കൽ കൂടെ വിളിച്ചു പറയുകയാണ്.
നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ആ വാക്യത്തിന്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തിലെ ജീവിതത്തിന് അനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ, ഏത് മത സംഘടനയുടെ ആശയങ്ങളിൽ പെട്ടവനാകട്ടെ, അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ജീവിതത്തിലേക്ക് വഴി തുറക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീല ചിന്തി അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തുറന്ന ജീവന്റെ വഴിയാ. വേറൊരു വഴിയില്ല. ആ വഴി തുറക്കാൻ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, സ്തോത്രം. വർഷങ്ങളായി കേൾക്കുന്നത് കൊണ്ട്, ആശയത്തിൻ്റെ ആമേൻ എല്ലാ അർത്ഥത്തിലും അറിയാവുന്നത് കൊണ്ട് പ്രസംഗം പൂർത്തിയായെന്ന് ചിന്തിക്കല്ലേ. അത് നീ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് അതിനോട് അനുസരണത്തോടെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ആ ദൂതിൻ്റെ അനുഗ്രഹം എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത നിന്റെ ജീവിതത്തിൽ ലഭ്യമാകുകയുള്ളൂ. കേട്ടതുകൊണ്ട് കാര്യമില്ല. സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നീ അവന് നൽകിയിട്ടുള്ള എന്ന പദം വളരെ ചിന്തിക്കേണ്ടതാണ്. 750 കോടിയിലധികം ജനം തിങ്ങിപ്പാർക്കുന്ന ഈ ലോകത്ത് എല്ലാവർക്കും, കോടാനുകോടി ജനങ്ങൾ ജനിച്ച് ജീവിച്ച് ലോകത്തിൽ നിന്ന് മരിച്ചു. ഇന്ന് ജീവിക്കുന്നവരുടെ സംഖ്യ പറഞ്ഞത്, ഇവർക്കെല്ലാവർക്കും ഭൂഖണ്ഡങ്ങൾ വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ഭാഷാദേശം വ്യത്യാസമില്ലാതെ, ഭൂമിയുടെ ഏതു കോണിൽ പാർക്കുന്ന മനുഷ്യ, നിനക്കുള്ള രക്ഷയുടെ വഴിയാണ് നസ്രേനായ യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഈ ജനത്തെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജനത്തെ, ലോകത്തിലുള്ളവരെ ഈ വാക്യം പറയുന്നത്, പിതാവായ ദൈവം നിത്യജീവനെ കൊടുക്കേണ്ടതിന്, അവർക്ക് നിത്യജീവനെ കൊടുക്കേണ്ടതിന് ആദാം തുടങ്ങി ഇന്നു വരെ ജനിച്ച മനുഷ്യൻ, ജീവിക്കുന്ന മനുഷ്യൻ, മരിച്ച മനുഷ്യൻ, ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ പാർക്കുന്നവരാകട്ടെ, അവർക്കെല്ലാം നിത്യജീവനെ നൽകുവാൻ ദൈവം നൽകിയ ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. അത് പ്രസംഗിക്കുന്നതിൽ നമുക്ക് യാതൊരു മടിയുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനമാണ് അത് പറയുന്നത്. ആകാശം മാറും, ഭൂമി മാറും, ഈ വചനത്തിന് മാറ്റമില്ല. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അത് നൽകപ്പെട്ട തിരുവെഴുത്തുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിക്കാമോ? കർത്താവിന് മഹത്വം. ഇങ്ങനെയല്ലോ പിതാവേ, എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പ്രിയ സ്നേഹിത, ആ വാക്യം പറയുന്നത്, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, പിതാവ് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരാളെ ഭരമേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് മറ്റൊരാളെ ഭരമേൽപ്പിച്ചിട്ടില്ല, മറ്റൊരാശയത്തെ ഭരമേൽപ്പിച്ചിട്ടില്ല, മറ്റൊരു വ്യക്തിയെ ഭരമേൽപ്പിച്ചിട്ടില്ല. ആകാശത്തിന് ഭൂമിയിൽ ഭൂമിക്ക് മുകളിൽ വേറൊരു വ്യക്തിയെ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ രക്ഷയുടെ വഴി തുറക്കാൻ സർവശക്തനായ ദൈവം ഭരമേൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, സ്തോത്രം. നമുക്ക് ലഭിച്ച ആ സന്തോഷത്തിൻ്റെ ആ വലിയ അതേ സ്തോത്രം, ആ ആഴം മനസ്സിലാക്കി വേണം കർത്താവിനെ ആരാധിക്കാൻ.
സ്തോത്രം, സ്തോത്രം. നിസാര കാര്യമല്ല. വേറൊരാളിലൂടെ ഇല്ല ഈ പരിപാടി, വേറൊരാളിലൂടെ കിട്ടത്തില്ലെന്നേ. ഒറ്റയാടെ കയ്യിലെ ദൈവം കൊടുത്തുള്ളൂ. ആ കൊടുത്തയാടെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കോർന്നല്യോസ് പറയുന്നത് ഇതാണ്. കർത്താവിന് സ്തോത്രം. കോർന്നല്യോസിനോട് പത്രോസ് പറയുക, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണമുണ്ട്. കോർന്നല്യോസിന് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് പഠിപ്പിക്കലുകളുണ്ട്. എന്നാൽ കോർന്നല്യോസേ, അതുകൊണ്ടൊന്നും രക്ഷ പ്രാപിക്കുകയില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്. ആ ഒരൊറ്റ നാമത്തിനെ നിന്റെ കുടുംബത്തിന് രക്ഷ വരുത്താൻ കഴിയൂ. മാത്രമല്ല, നിനക്ക് രക്ഷ വരുത്താൻ കഴിയൂ. ഇതാണ് ആമേൻ സ്തോത്രം വൃത്തിയുള്ള സുവിശേഷം. ഇതാണ് നഗ്നമായ സുവിശേഷം. ഇതാണ് മറച്ചു വയ്ക്കാത്ത സുവിശേഷം. ഇതാണ് പ്രസംഗിക്കപ്പെടേണ്ട സുവിശേഷം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ കുറിച്ച് പറയുമ്പം ഇടയ്ക്ക് സ്തോത്രം പറയുന്നതൊക്കെ നല്ലതാ. നമുക്കൊരു വിടുതൽ വരുമ്പം സ്തോത്രം കേൾക്കുമ്പോൾ സ്തോത്രം പറയുന്നതിനേക്കാൾ നല്ലതാ കർത്താവിനെ ഉയർത്തുന്നത്. സ്തോത്രം. ഈ നെയ്തയിൽ പടിയിൽ ഇത്രയും പേരിരുന്ന് ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാൽ നിശ്ചയമായും ദേശത്തിൻ്റെ അന്ധകാരത്തെ ഇളക്കാൻ ഈ ദൈവം മതിയായ ദൈവമാ. അവൻ ആകാശത്തെ ഇളക്കുന്ന ദൈവമാ. അവൻ ഭൂമിയെ ഇളക്കുന്ന ദൈവമാ. അവൻ കരയെ ഇളക്കുന്ന ദൈവമാ. അവൻ കടലിനെ ഇളക്കുന്ന ദൈവമാ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആ നാമം ഇന്ന് രാത്രി ഉയരട്ടെ. അവൻ എത്ര ശക്തമായി ആ നാമത്തിൻ്റെ മഹത്വം ഉയർത്താമോ അത്രയും ശക്തമായിട്ട് അധരങ്ങളെ തുറന്ന് നമുക്കൊരു പുതുവഴി തുറന്ന യേശുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിക്ക്. ഇന്ന് രാത്രി അവൻ പ്രിയ സ്നേഹിത, നിന്റെ പുതുവഴിയുടെ തുറക്കമാകട്ടെ. നിന്റെ നിത്യതയുടെ വഴി നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലോ പിതാവേ, എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. ആമേൻ. അടുത്ത വാക്യം. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. നമ്മളൊക്കെ ഇവിടെ വന്നിരുന്നത്, അല്ലെങ്കിൽ പ്രിയ സ്നേഹിത, ഈ ശബ്ദപരിധിയിൽ കേൾക്കുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടാകും, ഇവരൊക്കെ വന്നിരിക്കുന്നത് ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ടും ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ടും ബുദ്ധിമുട്ടുകളുടെ നടുവിൽ സഹായം ലഭിച്ചതുകൊണ്ടും, പണ്ട് പറയാറുണ്ട് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കൊടുത്തുമൊക്കെയാണ് ഈ മാർഗത്തിൽ ആളെ ചേർത്തതെന്ന് പണ്ട് പറയാറുണ്ട്. പക്ഷെ ഇപ്പം പറയുന്നില്ല. കർത്താവിന് മഹത്വം. അങ്ങനൊന്നും ആരും വരികയില്ല. അത് കഴിഞ്ഞ് കോടാനുകോടി ജനത്തിന് ഭക്ഷണം കൊടുത്തു, അവരാരും വന്നില്ല. സ്തോത്രം. ഒരുപാട് പേരുടെ കടത്തിന് തീർക്കാൻ പൈസ കൊടുത്തു, വന്നില്ല. കൊടുത്തവരെല്ലാം വാങ്ങിച്ചോണ്ട് ആ വഴി പോയി. ക്രൈസ്തലോ. രോഗം മാറിയതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒത്തിരി രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ആ വഴി അവരങ്ങ് പോയി, വന്നില്ല. രോഗം മാറിയവൻ വരണമെന്നില്ല, കടഭാരം മാറിയവൻ വരണമെന്നില്ല, ബുദ്ധിമുട്ട് നീങ്ങിയവൻ വരണമെന്നില്ല. ദൈവം ഹൃദയത്തിൽ വെളിപ്പാട് കൊടുത്തവൻ അവൻ കർത്താവിനെ ആരാധിക്കും. ഈ തിരുവചനം പറയുന്ന സത്യമത. രോഗം മാറിയത് കൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, കടം മാറിയത് കൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, വേദന മാറിയത് കൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവനായകനെ ദൈവം വെളിപ്പെടുത്തി. സ്തോത്രം, സ്തോത്രം. സംശയലേശമില്ലാതെ ഞാൻ പറയാം, ഒരു കടഭാരം മാറിയതുകൊണ്ട് വന്നിരിക്കുന്നവരൊന്നും അല്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു സഭയല്ല വെളിപ്പെടുത്തിയത്, ഒരു സംഘടനയല്ല വെളിപ്പെടുത്തിയത്, വാഗ്വൈഭവമുള്ളവന്റെ പ്രസംഗമല്ല ഹൃദയത്തിനകത്ത് കടന്നത്. ഇങ്ങനെയല്ലോ പിതാവേ നിനക്ക് ഇഷ്ടം തോന്നിയത്. അവൻ പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാ.
അതറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് അവൻ വെറുതെ വന്നിരുന്നതല്ല, എന്നെ എൻ്റെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട്. യേശുവിന്റെ രക്തം ജയം. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിപ്പാൻ കഴിയും? ആർക്കും ദയ തോന്നാതിരുന്ന, ആർക്കും കരുണ തോന്നാതിരുന്ന എന്നോട് ദൈവത്തിന് ദയ തോന്നി, അവന് കരുണ തോന്നി, എന്നെ അവൻ ആഗ്രഹിച്ചു. സ്തോത്രം കേട്ടോ. നിസാര കാര്യമാണോ? അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സ്തോത്രം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, ഉച്ചാരണം കൊണ്ട് സകലത്തെയും ഉളവാക്കുന്ന ദൈവം, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവം, എന്നെ പുത്രന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇഷ്ടം തോന്നി. യേശുവിൻ്റെ നാമത്തിൽ അവൻ ഇരിക്കുന്ന ദൈവവൈതലേ, സകല ലോകത്തെക്കാളും വിലയേറിയ ആത്മാവാ നിന്റെ ഉള്ളിലുള്ളതെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാൻ വയ്യെങ്കിൽ, ആ കേൾക്കുന്ന ആർക്കും അറിയത്തില്ലെങ്കിൽ, അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉടയവനായ ദൈവമാ. ആ ദൈവത്തിൻ്റെ മുൻപിലായി ഇരിക്കുന്നത്. അവൻ നീ വെറും കൈയായി വന്നതല്ല, നിന്നെ വിളിച്ചുകൊണ്ട് വന്നതാ, അവനെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്നതാ. നീ ഏകനല്ല, ലോക അവസാനത്തോളം നിത്യതയോളം കൂടെ ഇരിക്കുന്ന ഒരു ഉടമസ്ഥൻ എനിക്കുണ്ട്. പ്രിയരെ, നിങ്ങൾക്കുണ്ട്. സ്നേഹിത, നിനക്കുമുണ്ട്. സ്തോത്രം. നിസ്സാര കാര്യമല്ല കേട്ടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. പലപ്പോഴും നമുക്ക് നമ്മുടെ രക്ഷയുടെ ആ വലിപ്പം ശരിയായിട്ട് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ തളർന്നു പോകാറുണ്ട്. നോക്കണേ, ഇന്ന് പാർക്കുന്ന 750 കോടി ജനത്തിൻ്റെ നടുവിൽ എന്നെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനായ എൻ്റെ രക്ഷകന് പ്രസാദം തോന്നി. കേട്ടോ, അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ദൈവത്തെ അറിഞ്ഞത്, എൻ്റെ വായനയുടെ വൈഭവം കൊണ്ടല്ല ഞാൻ ദൈവത്തെ അറിഞ്ഞത്, എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല ഞാൻ ദൈവത്തെ അറിഞ്ഞത്. എന്നെ ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. ആർക്കും തോന്നാത്ത പ്രസാദം. ഇതിലും വലിയൊരു അനുഗ്രഹം എന്താ കിട്ടാനുള്ളത്? അത് പ്രസംഗിച്ചില്ലെങ്കിൽ വേറെ എന്താ നമുക്ക് പ്രസംഗിക്കാനുള്ളത്? അവൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളത്, ഇന്ന് രാത്രി ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത്, സകലത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം തന്റെ നാമേ സ്തോത്രം, ആ നിത്യതയെ കുറിച്ചുള്ള എനിക്കൊരുക്കുന്ന സന്തോഷത്തിന്റെ വലിപ്പം എനിക്ക് വേണ്ടി കർത്താവ് എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ ഇഷ്ടം തോന്നിയതോർത്ത് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിച്ചാരാധിക്കുക. ഇതെന്റെ അപ്പന് സാധിക്കുന്നതല്ല, ഇതെന്റെ അമ്മയ്ക്ക് സാധിക്കുന്നതല്ല, ഇതെന്റെ സഹോദരന് സാധിക്കുന്നതല്ല, ഇതെന്റെ കൂട്ടുകാരന് സാധിക്കുന്നതല്ല, ഇതെന്റെ രക്ഷകന് സാധിക്കുന്നതാ. അപ്പന് അവകാശം തരാൻ കഴിയും, അമ്മയ്ക്ക് കെയർ തരാൻ കഴിയും, സ്നേഹിതർക്ക് കൂട്ടായ്മ തരാൻ കഴിയും. ലോകത്തിൽ ഒരു മനുഷ്യനും, ഒരു സംഘടനയ്ക്കും, ഒരാശയത്തിനും നിത്യത തരാൻ കഴിയത്തില്ല. നിത്യത തരുവാൻ ഒരൊറ്റ നാമം, അതേശുവിന്റെ നാമം. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങളെക്കാളൊക്കെ ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാര് അവര് അനുഭവങ്ങളിലൂടെയും ദൈവപ്രവൃത്തിയിലൂടെയും പ്രസംഗിച്ചതിനോളം ഞങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല. പക്ഷേ നാവ് തളരാതെ ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ആശയത്തിനൊരു കോട്ടം വന്നിട്ടില്ല. ആമേൻ സ്തോത്രം. അതിൻ്റെ ഉടമസ്ഥൻ ആരാ? ആമേൻ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം
ദൈവദാസനെ ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന് മഹത്വം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് കർത്താവായ ദൈവം പറയുകയാ, ഞാനൊരു അടിസ്ഥാനമിടുന്നു. BC 800 ദൈവത്തെ മറന്ന സമൂഹം, ഇസ്രായേൽ എന്ന ജാതി ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറുമ്പോ, എല്ലാവരും ദൈവത്തെ വിട്ടുപോകുമ്പോ, ആകാശത്തോട് നോക്കി ഭൂമിയെ നോക്കി പ്രവചിച്ച പ്രവാചകൻ പറയുകയാ, ഒരു സത്യമറിയാമോ? സർവശക്തനായ ദൈവം ഒരടിസ്ഥാനമിട്ടു. ആ അടിസ്ഥാനം എവിടെയാ? ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്തതും വിലയേറിയതുമായ ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. സ്തോത്രം. ഈ കല്ലിൽ ഒരു കുറവില്ല. ആ കുറവുണ്ടായിരുന്നെങ്കിൽ പരിഹരിക്കാൻ വേറൊരാൾ വേണമായിരുന്നു. എന്നാൽ ശോധന ചെയ്തതും വിലയേറിയതുമായ ഒരടിസ്ഥാന കല്ല്, ഒരാത്മീയ ഗ്രഹത്തിന്റെ അടിസ്ഥാന കല്ലായി ആ കല്ല് സ്ഥാപിച്ചത് ഒരു സംഘടനയല്ല. സ്തോത്രം. ഇത്തരണത്തിൽ പറയുവാനുള്ളത്, സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് മതം മാറ്റാനുള്ള പരിപാടിയൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും മതം മാറിയാൽ വേറൊരു പ്രസംഗം കേൾക്കുമ്പം അവർ വീണ്ടും മാറിപ്പോകും. ഒരു സംശയവുമില്ല. അങ്ങനെങ്കിൽ AD 57 തോമാസ് ലീഗ വന്ന് പ്രസംഗിച്ചു തുടങ്ങിയതാ സുവിശേഷം എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ 2024 കാലഘട്ടമായിട്ടും ന്യൂനപക്ഷത്തെക്കാൾ താഴെയാ ക്രൈസ്തവര്, എല്ലാം കൂടെ ചേർത്താൽ. ക്രൈസ്തവോ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറുള്ള സകല ദേശങ്ങളിലും സുവിശേഷവാഹികളായ ദൈവത്തിൻ്റെ ദാസന്മാർ, പുരോഹിതന്മാർ, നിയോഗിക്കപ്പെട്ടവർ ഇന്നും പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ആ പ്രസംഗത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. അവരെല്ലാം പ്രസംഗിച്ചിട്ടും ഇന്ത്യയുടെ കണക്കിൽ ഒരു ഭൂരിപക്ഷമാക്കുവാൻ ആമേൻ ഈ പ്രസംഗങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം. രക്ഷയുടെ സന്ദേശം വിളിച്ചു പറയുമ്പോ ദൈവം ആഗ്രഹിക്കുന്നവന്റെ ഹൃദയത്തിൽ അത് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കും. ഞങ്ങൾ പ്രസംഗിക്കും, പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. ഈ കല്ല് വിലയേറിയതല്ല. ഈ കല്ല് അടിസ്ഥാന കല്ല. ഈ കല്ലിട്ടത് സർവശക്തനായ ദൈവമാ. ആ കല്ലിന്റെ പേരാണ് രക്ഷയുടെ മൂലക്കല്ല്, യേശു ക്രിസ്തു. അതിലൊരു ന്യൂനതയില്ല. അതിലൊരു ന്യൂനതയുണ്ടെങ്കിൽ മാത്രമേ പരിഹാരത്തിന് വേറൊരു മാർഗം തേടേണ്ടതുള്ളല്ലോ. അതിനൊരു ന്യൂനതയില്ല, അതിനൊരു വിലക്കുറവില്ല. വിലക്കുറവുണ്ടെങ്കിൽ മാത്രമേ സ്നേഹിത മറ്റൊരു വിലയുള്ളത് തേടേണ്ടതിന്റെ ആവശ്യമുള്ളല്ലോ. ഇത് വിലയുള്ളതാ, ഇത് മാന്യതയുള്ളതാ, ഇത് തിരസ്കരിക്കപ്പെട്ടതല്ല, ഇത് ലോകം അംഗീകരിക്കപ്പെട്ടതാ.
സ്തോത്രം. അടുത്ത വാക്കൊന്ന് വായിച്ചേ വാസ്തേ. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. അതാ കാര്യം. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അവൻ കാലിടറത്തില്ല. അവന്റെ വഴി മാറിപ്പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ തെന്നിപ്പോകുന്ന അടിസ്ഥാനത്തിലല്ല. കടലിരമ്പി വന്നാലും അവൻ ചവിട്ടി നിൽക്കുന്ന അടിസ്ഥാനം ഉറപ്പുള്ള അടിസ്ഥാനമാ. ഇന്ന് രാത്രി അതിൻ്റെ അർത്ഥമറിയുന്ന ദൈവമക്കള് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച് ഞാൻ ഇല്ലാതെയായി തീർന്നാലും എനിക്കൊരു കാര്യമറിയാം. ആമേൻ സ്തോത്രം. എൻ്റെ പ്രിയനെ ഞാൻ കാണും. അന്യ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ. ദേഹരഹിതനായിട്ടല്ല, ദേഹസഹിതനായി ഞാൻ കാണും. ഉറപ്പുള്ള കല്ലാതെ അവൻ പറഞ്ഞതൊന്നും ഇളകി പോയിട്ടില്ല. അവൻ പറഞ്ഞതൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അതിന്നും നിലനിൽക്കുന്ന ശബ്ദമാ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ശക്തിയുക്തം പറയുന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ പറയും ഒക്കെ ചെയ്യുമ്പോൾ ശബ്ദത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആശയത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. നമ്മൾ എന്താ പിന്മാറി പോകാത്തത്? ഒരു രോഗം വരുമ്പോൾ എന്താ ഓടിപ്പോകാത്തത്? ഒരു ഭാരം വരുമ്പോൾ എന്താ ഓടിപ്പോകാത്തത്? ഒരു അപമാനം വരുമ്പോൾ ഓടിപ്പോകാത്തത് എന്താ? പരീക്ഷകൾ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ആ പരീക്ഷകളൊക്കെ സഹിക്കുമ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ചവിട്ടി നിൽക്കുന്ന അടിസ്ഥാനത്തിന് ഇളക്കമില്ല, അതിന് കുറവില്ല. ആ സന്തോഷം അറിയുന്നവര് ആ യേശുവിൻ്റെ നാമത്തെ ഓർത്ത് ആമേൻ മഹത്വം കൊടുത്ത് അധരം തുറന്ന ദൈവത്തെ ആരാധിക്ക്. ഈ നെയ്തേലിപ്പടി ദേശമേ, ആ കല്ലിൽ വിശ്വസിക്കുന്നവൻ ഓടി പോവുകയില്ല. അവനെ ഓടിക്കുവാൻ കഴിയുകയില്ല. ഉറപ്പിച്ചു നിർത്തുന്ന, അവൻ മാനിക്കുന്ന, നമ്മെ ആദരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ മാനിക്കുന്ന അടിസ്ഥാന കല്ല്, അതാണ് എൻ്റെ യേശുക്രിസ്തു. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഇട്ടത് പത്രോസ് അല്ല. ആ അടിസ്ഥാനം ഇട്ടത് അപ്പോസ്തലന്മാരല്ല. ആ അടിസ്ഥാനം ഇട്ടത് കർത്താവായ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഇട്ടത് യെശയ്യാവ് പറഞ്ഞു, സിയോനിൽ വിലയേറിയതും ശോധന ചെയ്തതും ഉറപ്പുള്ളതുമായ ഒരടിസ്ഥാന കല്ല് ഞാൻ ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല. പൗലോസിന്റെ വാക്കിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. സഭയുടെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവാ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വേറൊരു പാറയിലല്ല പണിതത്. കർത്താവ് പറഞ്ഞു, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത സഭ, റോമൻ സാമ്രാജ്യത്തിന് ജയിക്കാൻ കഴിയാത്ത സഭ, ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപോട്ട് പോയിട്ടും ലോകത്തിന് ജയിക്കാൻ കഴിയാത്ത സഭ, ആശയങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത സഭ, ആവേശത്തിന് ജയിക്കാൻ കഴിയാത്ത സഭ ഇന്നും ശക്തമായി വ്യക്തമായി അതിന്റെ സാന്നിധ്യം ലോകത്ത് വെളിപ്പെടുത്തുകയാ. അവൻ ഈ സഭയെ ജയിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഈ സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലാ. അടിസ്ഥാനം ഇട്ടത് പിതാവായ ദൈവമാ. സ്തോത്രം. വിശ്വസിക്കുന്നവനെ ലജ്ജിപ്പിക്കാത്ത അടിസ്ഥാനം. രാത്രി ആ അടിസ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആ കല്ല് എബ്രായ ലേഖനം 2:14 വാക്യം ഇങ്ങനെ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ
ജഡരക്തമുള്ളവനായി. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു കല്ലല്ല സഹോദര ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്, പ്രിയ സ്നേഹിത, നിന്നെയും എന്നെയും പോലെ ജഡരക്തമുള്ളവനായി മാറിയ അടിസ്ഥാന കല്ല്. സ്തോത്രം, സ്തോത്രം. ആദാമ്യ പാപത്തിന് പിന്തുടർന്നു വന്ന വർഗത്തിന് കർമ്മകൂദാശയാചാര മര്യാദകൾ കൊണ്ട് നിത്യതയുടെ വഴി തുറക്കുവാനോ കാണുവാനോ കഴിയാതിരുന്നപ്പോൾ സർവശക്തനായ ദൈവമിതാ അടിസ്ഥാന കല്ലായി, രക്ഷയുടെ അടിസ്ഥാന കല്ലായി ഈ ഭൂമിയിലേക്ക് നമ്മിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്നു. അതാണ് ദൂതന്മാര് പറഞ്ഞത്. സകല ജനത്തിനും, അതായത് ആദാം തുടങ്ങി യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവരെയും ലോകത്തുള്ള സകല മനുഷ്യനും രക്ഷയ്ക്കുള്ള സന്തോഷമാണ് ഇന്ന് രാത്രി ഈ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതൊരു കല്ലല്ല, അതൊരാശയമല്ല. മാംസരക്തമുള്ള ഒരു രക്ഷകന്റെ നാമമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവനെ, പ്രിയ സ്നേഹിത, പ്രിയരേ, ഈ അഖിലാണ്ടത്തിന്റെ ദൈവം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, മനുഷ്യർക്ക് കാണാൻ കഴിയാത്തവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്തവൻ, എനിക്ക് വേണ്ടി മറിയയുടെ ഉദരത്തിലേക്ക് ചുരുങ്ങി വന്നൊരു രക്ഷയുടെ സന്ദേശം. സ്തോത്രം. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. എന്താണ് അവിടെ അധ്വാനം? മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി, മോചനത്തിനു വേണ്ടി, പ്രതിക്രിയയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, പെടാപ്പാടുപെടുന്ന ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി നീ അധ്വാനിക്കണ്ട, ആ പാപഭാരം നീ ചുമക്കണ്ട, എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞ ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ നാമമാ. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വാ, ഞാൻ അതിന് വിടുതൽ തരാമെന്ന് പറഞ്ഞ് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള നാമം അത് യേശുവിന്റെ നാമമാ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അവനെ അധികാരി ആക്കിയതല്ല. ചിലർ പറയാറുണ്ട് യേശു ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. എന്റെ സ്നേഹിത, ഈ ശബ്ദപരിധിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ആക്കിയതല്ല, അവനായതാ. അവൻ സർവശക്തിയുള്ള ദൈവമാ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാ ഞങ്ങൾ കണ്ണം അതെ തൊണ്ട പൊട്ടി വിളിച്ചു പറയുന്നത്, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ പറയാൻ വേറൊരു നാമമില്ല. ഓ ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനും അവരെ പോലെയായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. എന്താണ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നത്? ആദാമ്യ പാപത്താൽ സകല മനുഷ്യനും മരണഭീതിയിൽ കഴിയുന്നു. എന്താ മരണഭീതിക്ക് കാരണം? മരിച്ചാൽ അവനൊരു നിത്യതയില്ല.
അവനൊരു നിത്യജീവനില്ല. ജീവിച്ചിരിക്കുമ്പോൾ പേടിക്കുന്നത് മരണത്തിനപ്പുറം നിന്റെ ജീവിതം എവിടെയാ? സ്തോത്രം, സ്തോത്രം. ആദാമ്യ വംശം തുടങ്ങി ഭൂമിയുള്ള സകല മനുഷ്യനും മരണത്തെ ഭയപ്പെട്ടതിൻ്റെ കാരണം മരണത്തിനപ്പുറമുള്ളൊരു ജീവിതം, എൻ്റെ നിത്യത എവിടെയാ? സ്തോത്രം, സ്തോത്രം. അതാണ് കർത്താവിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ പ്രസക്ത ഭാഗം. സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞ ജനത്തെ അവൻ വിടുവിച്ചു. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് മരണഭീതിയിൽ നിന്ന് വിടുതൽ തന്നത് ഒരാശയമല്ല, യേശുവിൻ്റെ നാമമാ. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ അവകാശമുണ്ട്. ഇത് സുവിശേഷം പറയാനുള്ള യോഗമാ. ഹല്ലേലൂയ. ഏത് നിലയിലുള്ള പ്രസംഗം, ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ കർത്താവിന് സ്തോത്രം, അതിലും വലിയ വിടുതലാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കിയിട്ട് ഈ ജീവപര്യന്തം മരണഭീതിയായിരുന്ന എന്നെ കർത്താവ് വിടുവിച്ചെങ്കിൽ ആ നാമത്തെ ഇന്ന് രാത്രി ഞാൻ ശബ്ദമുയർത്തി ആരാധിക്കും. ആ നാമം എന്നെ വിടുവിച്ച നാമമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. സകല ജഡത്തിനും നിത്യജീവനെ നൽകുവാൻ ദൈവം അവൻ അധികാരം നൽകി. അവൻ വന്നത് ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല. അവൻ സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുമ്പോൾ വിശ്വസിക്കുന്നവരെ അവൻ സംരക്ഷിപ്പാനാണ് യേശു വന്നത്. ഞാൻ ആ പ്രസംഗിച്ച വേദഭാഗത്തിന്റെ ആശയം ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 11:27 ഞാൻ വായിച്ചു, ഇങ്ങനെയല്ലോ പിതാവേ നിനക്ക് ഇഷ്ടം തോന്നിയത്. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും. നോക്കണമേ, ആ വെളിപ്പാട് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ആത്മരക്ഷയ്ക്ക് നാമമേ ഉള്ളെന്ന് ഹൃദയത്തിനകത്ത് മന്ത്രിച്ചാൽ, അതിനോട് മറുതലിക്കാതെ നീ കടന്നു വന്നാൽ നിനക്ക് നിത്യജീവൻ തരാൻ യേശു മതിയായവനാ. അതിനോട് മറുതലിച്ചാൽ നിത്യത വേറൊന്നുണ്ട് കേട്ടോ, അത് നിത്യ ശിക്ഷയാ. എന്നാൽ വിശ്വസിക്കുന്നവൻ അവൻ ലജ്ജിച്ചു പോകത്തില്ല, അവന് നിത്യജീവനുണ്ട്. പലപ്പോഴും ഈ സുവിശേഷം കേട്ട ഒരു വ്യക്തിയായിരിക്കാം നീ. ആ സുവിശേഷത്തോട് മറുതലിച്ചു പോയാൽ നിത്യജീവനല്ല, ഒരു നിത്യശിക്ഷ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ പ്രസംഗം നിന്റെ ശിക്ഷയ്ക്ക് കാരണമാകാനല്ല, ഇന്ന് രാത്രി ഈ പ്രസംഗം നിന്റെ രക്ഷയ്ക്ക് കാരണമാകാനാ. ആയിരങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഒരൊറ്റ പാപി മാനസാന്തരപ്പെട്ടാൽ, ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ നിർമ്മലമായ സുവിശേഷം കേട്ട് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത് എന്ന് വിശ്വസിച്ച് ആ ഹൃദയം വിട്ടുകൊടുത്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ എന്നുള്ളത് ഒരു മതത്തിന്റെ കൈപ്പിടിയിലുള്ള ആശയമൊന്നും അല്ല പ്രിയനേ. രക്ഷ സിംഹാസനത്തിലിരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും, അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ, ദാനമാകുന്നു എന്നാ. സ്തോത്രം. അറിയത്തില്ലേ? ഒന്ന് ചേർന്ന് പറഞ്ഞേ, രക്ഷ സിംഹാസനത്തിലിരിക്കുന്നവന്റെയും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെയും ദാനമാ.
സ്വത്രം 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 സ്വത്രം. ആ രക്ഷയ്ക്ക് ഒരു പ്രവൃത്തിയും കാരണമല്ല. ആമേൻ. ആ രക്ഷയ്ക്ക് ഒരു കർമ്മവും കാര്യമല്ല. ആ രക്ഷയ്ക്ക് ഒരുവൻ കാരണം, അത് കർത്താവായ യേശുക്രിസ്തു. അവനാണ് അധികാരം നൽകിയത്. സ്വത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നഗ്നമായ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ രക്ഷയുടെ സുവിശേഷം, എൻ്റെ നിത്യതയുടെ സുവിശേഷം. ആ നിത്യത അറിഞ്ഞ ദൈവമക്കൾക്കെല്ലാം വിടുതല. അവരുടെ വഴികളിൽ അവരെ സംരക്ഷിപ്പാൻ ഒരു ദൈവമുണ്ട്, അവരെ കാക്കുവാൻ ഒരു ദൈവമുണ്ട്, അവരെ വഴി നടത്തുവാൻ ഒരു ദൈവമുണ്ട്, അവരെ കൈവിടാതെ പിടിച്ചു നടത്തുവാൻ എത്തേണ്ട തുറമുഖത്തെത്തുവോളം തോളിൽ ചുമക്കുവാൻ ഒരു ദൈവമുണ്ട്. അവൻ കൈവിട്ട് കളയുന്ന ദൈവമല്ല. അവന്റെ പ്രാണനെ എനിക്ക് വേണ്ടി തന്നെങ്കിൽ അവന്റെ അടുക്കൽ എന്നെ ഇരുത്തുവോളം വഴി നടത്തുവാൻ അവൻ ശക്തനാ. യേശുവിന്റെ നാമത്തിൽ ആ ധരം തുറന്ന് കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ അറിഞ്ഞവനെ വിട്ടുകളയുന്നവനല്ല, അവനെ മാറോട് ചേർത്ത് അന്ത്യം വരെ നടത്തുവാൻ, അവിടെ എത്തുവോളം നടത്തുവാൻ ഈ ഉടമസ്ഥൻ മതിയായവനാ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. വിശ്വസിക്കുന്നവരെ രക്ഷിക്കും. വിശ്വസിക്കണോ ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് പ്രിയ സ്നേഹിത നിനക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ ജോലി ഇത് വിളിച്ചു പറയുക എന്നുള്ളതാണ്. ആര് കേൾക്കുന്നു എന്നുള്ളതല്ല. അത് പള്ളിക്കകത്ത് മാത്രമല്ല, പുഴവക്കത്തു നിന്ന് ഞങ്ങൾ വിളിച്ചു പറയും, കടത്തിണ്ണയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയും, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയും. അവൻ സ്തോത്രം. കേൾക്കാൻ ആളുണ്ടെങ്കിലും വിളിച്ചു പറയും, ആളില്ലെങ്കിലും വിളിച്ചു പറയും. ഇത് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാ. ഹല്ലേലൂയ. ചിലവ് ഞങ്ങൾ കണക്കിടുന്നില്ല, നഷ്ടം ഞങ്ങൾ ഗണിക്കുന്നില്ല. സന്ദേശത്തിന്റെ വലിപ്പമാ ഇത് പറയുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോ രക്ഷ ദൈവത്തിന്റെ ദാനമാ, ഒരു സംഘടനയുടെയും ദാനമല്ല, ദൈവത്തിന്റെ ദാനമാ, കുഞ്ഞാടിന്റെ ദാനമാ. അതാണ് ഞാൻ ആദ്യം വായിച്ചത്. അവന് മാത്രമേ രക്ഷയുടെ വഴി തുറക്കാൻ അധികാരമുള്ളൂ. ആശയം കൊണ്ട് ഖണ്ഡിക്കാൻ നോക്കിക്കോ, പ്രസംഗത്തെ തിരസ്കരിക്കാൻ നോക്കിക്കോ, പുസ്തകങ്ങൾ പലതെഴുതിക്കോ, പല സംഘടനകളിലൂടെ വിളിച്ചു പറ. പക്ഷെ സത്യമൊന്നേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതാണ് സത്യം. അതാണ് നിർമ്മല സുവിശേഷം. അവിടെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടില്ല. ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ശോധന ചെയ്ത, ഇളകിപ്പോകാത്ത, കാലഘട്ടത്തിന് മാറ്റം വരുത്താൻ കഴിയാത്ത, ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്ത ഒരൊറ്റ നാമം, യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ ചുരുക്കാം. മറിയയുടെ ഉദരത്തിൽ ഉരുവായി 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ കുരുടർക്ക് കാഴ്ച നൽകി. കാഴ്ച നൽകിയത് ദൈവമാണെന്ന് തെളിയിക്കാനല്ല, അവൻ ദൈവമായിരുന്നത് കൊണ്ട് കാഴ്ച നൽകി. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ കാഴ്ച നൽകി ദൈവമായതല്ല, അവൻ ദൈവമായിരുന്നു. അവൻ ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ കർത്താവിന്, നാം ആരാധിക്കുന്ന കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ ഒരു കാര്യം ചെയ്തിട്ട് ദൈവമാണെന്ന് കാണിക്കുന്നവനല്ല. അവൻ ദൈവമായതുകൊണ്ട് സകലത്തെയും ചെയ്യുവാൻ അവൻ അധികാരമുള്ള ദൈവമാ. അവൻ പാപങ്ങളെ മോചിക്കുന്ന ദൈവമാ. അവൻ കുരുടനെ കാഴ്ച കൊടുക്കുന്ന ദൈവമാ. അവൻ മുടന്തനെ നടത്തുന്ന ദൈവമാ. അവൻ മരിച്ചവനെ ഉയർപ്പിച്ച ദൈവമാ. സ്തോത്രം. ഓരോ പ്രവൃത്തിക്ക് മുൻപിലും കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വെളിച്ചം. വെളിച്ചമില്ലാത്തവന് പിന്നെ കാഴ്ച കൊടുത്തേ. ഞാൻ തന്നെ പുനരുത്ഥാനം. പിന്നെയാണ് ലാസറിനെ ഉയർപ്പിച്ചത്.
ഉയർപ്പിച്ച ശേഷം ദൈവമായവനല്ല, അവൻ ദൈവമായിരുന്നു. ആ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ ചില പരിപാടികൾ കാണിച്ച് ദൈവമായവനല്ല, അവൻ അനാദിയായും ശാശ്വതവാനുമായ ദൈവമാ. ഇന്ന് രാത്രി ആ കർത്താവിനെ ഞാൻ ആരാധിക്കുക, എൻ്റെ ഹൃദയം കൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് വേണ്ടി ചിലത് ചെയ്തതുകൊണ്ട് അവൻ ദൈവമായി മാറിയതല്ല, അവൻ ദൈവമായിരുന്നത് കൊണ്ട് എൻ്റെ താഴ്ചയിലേക്ക് അവൻ ഇറങ്ങി വന്നവനാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. സന്തോഷമുള്ളവർ കർത്താവിനെ ആരാധിച്ചാട്ടെ. എൻ്റെ താഴ്ചയിലേക്ക്, എൻ്റെ തകർച്ചയിലേക്ക്, എൻ്റെ ഭാരങ്ങളിലേക്ക് അവൻ ഇറങ്ങി വന്നത് അവൻ ദൈവമായിരുന്നത് കൊണ്ടാ. അവൻ ഇറങ്ങി വന്നതുകൊണ്ട് എൻ്റെ ദൈവമായതല്ല, അവൻ ദൈവമായതുകൊണ്ട് ഇറങ്ങി വന്നതാ. സ്തോത്രം. അങ്ങനെ ഇറങ്ങി വന്ന ആ കർത്താവിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അവൻ കടന്നു വന്നത് രാജാവാകാനല്ല, അവൻ കടന്നു വന്നത് നേതാവാകാനല്ല, അവൻ കടന്നു വന്നത് ചിലരെ പണക്കാരനാക്കാനല്ല, അവൻ കടന്നു വന്നത് ചിലരെ കൊട്ടാരത്തിൽ പാർപ്പിക്കാനല്ല, അവൻ കടന്നു വന്നത് ചിലരെ മന്ത്രിയാക്കാനല്ല, അവൻ കടന്നു വന്നത് രാജ്യങ്ങളെ പിടിച്ചടക്കാനല്ല, അവൻ കടന്നു വന്നത് അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാന് അവൻ കടന്നു വന്നത്. ലോക ചരിത്രത്തിൽ ഇന്നുവരെ സ്വയമർപ്പിച്ചൊരുവന് വേണ്ടി ജീവിക്കാൻ വന്ന മറ്റൊരുവനില്ല. അങ്ങനെ വന്നവന്റെ പേരാണ് സുവിശേഷം. പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. യഹൂദന്മാർ അവനെ ഏൽപ്പിച്ചു കൊടുത്തു ക്രൂശിക്കാൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. 5 കോടതികളിൽ മാറി മാറി അവനെ വിസ്തരിച്ചു. അവനിൽ ഒരു കുറ്റവുമില്ല, ഒരു കുറ്റവുമില്ല. എൻ്റെ അടിസ്ഥാനക്കല്ല് പിതാവിട്ടത് സകലതും ശോധന ചെയ്തതാണെങ്കിൽ, കയ്യാഭാവേ, ഹന്നാവേ, പീലാത്തോസേ, യഹൂദ പരീക്ഷകളെ, ഹേ ലോകമേ, അവനിൽ ഒരു കുറ്റവും കാണുവാൻ നിനക്ക് കഴിയുകയില്ല. അവൻ കുറവില്ലാത്ത ദൈവമാ. അത് പറയുന്നത് നമുക്കൊരു സന്തോഷമുണ്ടാകണം. അവനിലൊരു കുറവില്ലെന്ന്, അവനിലൊരു കുറ്റമില്ലെന്ന്, അവൻ തികഞ്ഞ ദൈവമാ. അവൻ അവൻ ദൈവത്തിന്റെ സമ്പൂർണതയാ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അവനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, പാപമറിയാത്തവനെ, അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ചങ്കത്ത് കൈവച്ചിട്ട്, ആമേൻ സ്തോത്രം, ചങ്കത്തോട്ട് വലം കൈയെടുത്ത് വെച്ചിട്ട് പറയണം, അവന് പാപമറിയത്തില്ല, പക്ഷെ അവൻ എനിക്ക് വേണ്ടി അവൻ പാപമായി തീർന്നു. യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ദൈവമക്കള് ആധാരം തുറന്ന കർത്താവിനെ ആരാധിക്ക. അവൻ എനിക്ക് വേണ്ടി പാപമായി തീർന്നു. പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. പീലാത്തോസ് അവനെ കുറിച്ച് പറഞ്ഞു, നീതിമാനായവൻ. സ്തോത്രം. എനിക്ക് വേണ്ടി പകരക്കാരനായത് ബറബാസ് അല്ല, നീതിമാനായവൻ. നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് അത് ഉണ്ടാകണം. ഞാൻ ആരാധിക്കുന്നത് എനിക്ക് പകരക്കാരനായ, ഒരു കുറ്റത്തെക്കുറിച്ചും ബോധം വരുത്തുവാൻ കഴിയാത്ത നീതിമാനായവനാ. അവനാണ് എൻ്റെ രക്ഷകൻ. അവനെ ആരാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് സ്ഥലകാല സമയ പരിമിതി ഒന്നുമില്ലാതെ ആത്മാവിൽ ഞാൻ അവനെ ആരാധിക്കും. എത്ര പേർക്ക് സന്തോഷത്തോടെ അവനെ സ്തുതിച്ച് ആരാധിപ്പാൻ കഴിയും? അവൻ തികവുള്ള ദൈവമാ, അവൻ കുറവില്ലാത്ത ദൈവമാ. അവൻ മാത്രമാ രക്ഷയുടെ വഴി, അവൻ മാത്രമാ നിത്യത വഴി, അവൻ മാത്രമാണ് നിത്യജീവൻ. സ്തോത്രം.
വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. അവൻ വന്നത് അനേകർക്കു വേണ്ടി മറുവിലയായി തീരുവാനാണെങ്കിൽ പീലാത്തോസിന്റെ ന്യായവിസ്താര വേളയിൽ മൗനമായിരുന്ന് മുഴുലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി തീരുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ മുതുക് ഉഴവുചാലു പോലെ അടിച്ചു കീറി പാപം എന്തെന്നറിയാത്തവനെ ഒരു ക്രൂരനെ പോലെ, ഒരു നിഷ്ഠൂരനെ പോലെ, ഒരു പാപിക്ക് കൊടുക്കുന്നതിലും എത്രയോ വേദനാജനകമായ ശിക്ഷ അവൻ്റെ അവൻ്റെ മുതുകിൽ അടിച്ച് ഉഴവുചാല് പോലെ കീറുമ്പോൾ ആ വേദന മുഴുവൻ സഹിച്ചത് ഇവിടെ ഇരുന്ന് നാം ആനന്ദം അനുഭവിക്കാനാ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യതയുടെ സന്തോഷം അനുഭവിക്കാനാ അവൻ്റെ മുതുക് ഉഴവുചാല് പോലെ അടിച്ചു കീറപ്പെട്ടത്, അവൻ്റെ തലയിൽ മുൾമുടി അണിയപ്പെട്ടത്, അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തപ്പെട്ടത്, ആ തോളിൽ ഭാരമുള്ള മരക്കുരിശും ചുമന്നുകൊണ്ട് പീലാത്തോസിന്റെ കൽത്തളം തുടങ്ങി ഗോൽഗോഥാ മലമുകൾ വരെ വീണുമെഴുന്നേറ്റും നടന്നുപോയത് അവൻ പാപിയായതുകൊണ്ടല്ല, എന്റെ പാപങ്ങൾക്കു വേണ്ടി. മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത ആ നിത്യതയുടെ വഴി തുറക്കുവാൻ വീണുമെഴുന്നേറ്റും ഗോൽഗോഥാ മലമുകളിൽ തലയോടിടമെന്ന സ്ഥലത്ത് പാറയിൽ വെട്ടിയ കുഴിയിൽ മരക്കുരിശിൽ അടിച്ചുറപ്പിക്കപ്പെട്ട ശരീരം ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തുമ്പോൾ പൗലോസ് അതിനെ കുറിച്ച് എഴുതി വെച്ചു. ഒറ്റ മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ, ഉയർത്തപ്പെട്ട ക്രിസ്തു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാ നമുക്ക് മറ്റൊരാളില്ലാത്തത്. ആയിരങ്ങൾ നിങ്ങൾക്ക് കണ്ടേക്കാം, പക്ഷെ ഞങ്ങൾക്കില്ല ഉയർത്തപ്പെട്ട ഒറ്റ നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. കരങ്ങളെ ഉയർത്തിയ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ ക്രൂശിൽ അവൻ ജീർണിച്ചു തീർന്നില്ല. അവനെ ക്രൂശിൽ നിന്നിറക്കി അരിമത്യ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തെങ്കിൽ അവൻ മരിച്ചത് യഹൂദന്മാരുടെ ഇഷ്ടത്തിനല്ല, പീലാത്തോസിന്റെ ഇഷ്ടത്തിനല്ല, ലോകത്തിന്റെ ഇഷ്ടത്തിനല്ല, തിരുവെഴുത്തിന്റെ ഇഷ്ടമാണെങ്കിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. പൗലോസ് പറയുകയാണ്, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചെങ്കിൽ ആ തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കരങ്ങളെ ഉയർത്തി അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കർത്താവിന്റെ ദാസനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് ദൈവത്തെ ഒന്ന് സ്തുതിക്കേ. അസാധ്യമായിരുന്നു. അവനെ ഉയർപ്പിച്ചതൊരു സംഘടനയൊന്നും അല്ല. യേശുവിനെ ഉയർപ്പിച്ചതൊരു മതസംഘടനയൊന്നും അല്ല. യേശുവിനെ ഉയർപ്പിച്ചത് സ്നേഹിത പിതാവായ ദൈവമാ. അവനെ അയച്ചവനെ അവനെ ഉയർപ്പിച്ചത്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ കർത്താവ് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അപ്പൊ 2 ദൈവം ഉണ്ടോ? ഇല്ലവേ ഇല്ല. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കാനും അവനറിയാം, തിരികെ എഴുന്നേൽക്കാനും അവനറിയാം. ദൈവത്തിന് സ്വോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനെ ആരും എഴുന്നേൽപ്പിക്കണ്ട. അവൻ കല്ലറകളെ തുറന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അടുത്ത വാക്കൊന്ന് വായിച്ചാലേ വാസേ. കല്ലറകൾക്ക് അവനെ അടക്കി വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എന്റെ യേശുവിനെ ഇത്ര ഉയർത്തി പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? മരണത്തിന് പോലും അവനെ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. എൻ്റെ കർത്താവിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ആ ക്രിസ്തു കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിലിരിക്കുന്നു. ആ ക്രിസ്തുവിനെ അവൻ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ലെങ്കിൽ
പൗലോസ് പറയുകയാണ്, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഈ ക്രിസ്തുവിൽ ഇരിക്കുന്നിടത്തോളം എന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. സന്തോഷത്തോടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ അവർ ശബ്ദത്തോടെ യേശുവിനെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. മരണത്തിന് ഒതുക്കാൻ കഴിയാത്തവനാ എൻ്റെ ഉള്ളിലിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ രോഗത്തെ കണ്ട് നീ ഭാരപ്പെടല്ലേ, വേദനയെ കണ്ട് നീ ഭാരപ്പെടല്ലേ, അപമാനത്തെ കണ്ട് നീ ഭാരപ്പെടല്ലേ, പീഡനങ്ങളെ കണ്ട് നീ ഭാരപ്പെടല്ലേ. മരണത്തിന് പോലും ഒതുക്കാൻ കഴിയാത്തവൻ എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ നമ്മോടുകൂടെ ഉണ്ട്. ആകയാൽ ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ ആരെങ്കിലും ഈ കർത്താവിനെ അറിയാതെ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു നിന്റെ രക്ഷയുടെ വാതിൽ. പ്രിയ സ്നേഹിത, ശബ്ദപരിധിയിൽ നീ കേൾക്കുന്നെങ്കിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നിനക്കുള്ള നിത്യതയുടെ വഴി ഒരുക്കിയതും തുറന്നതും തിരുവചനം പറയുന്നു യേശു എന്ന ഏക നാമമാ. ആ നാമം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ നാമം നിനക്ക് വിടുതൽ തരട്ടെ. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. അവൻ പാപങ്ങളെ മോചിപ്പിക്കുന്ന കർത്താവാ. അവൻ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാ. അവൻ ബന്ധനസ്ഥന്മാരെ വിടുതൽ നൽകുന്ന കർത്താവാ. അവൻ തടവിലിരിക്കുന്നവരെ വിടുവിക്കുന്ന കർത്താവാ. പാപത്തിന്റെ ചങ്ങലകളെ അടിച്ച് ഇന്ന് രാത്രി വിടുതൽ തരുവാൻ കഴിവുള്ള ഒരൊറ്റ നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമോ. അവൻ മേഘാരൂഢനായി അവനിതാ വേഗം വരുവാൻ പോകുകയാ. യേശു വരും, അതൊരു സത്യമാ. ആ സത്യം നിങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ രോഗങ്ങൾക്ക് വേണ്ടി, നിന്റെ ശാപങ്ങൾക്ക് വേണ്ടി, നിന്റെ സകല അകർത്യത്തിനും വേണ്ടി മറുവിലയായി തീർന്നവൻ ഒരുവൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാമം. ആ നാമം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ ധന്യമായി നടത്തട്ടെ. സ്തോത്രം.